മക്കളെ നമ്മളിന്ന് +2 മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ മെട്രിക്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് എലമെന്റ്സ് എന്നാണ്. റെക്ടാങ്കുലർ അറേ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കുറച്ച് എലമെന്റുകളെ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 4 5 6 ഇങ്ങനെ കുറച്ച് എലമെന്റുകളെ നിശ്ചിത പൊസിഷനിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇതാണ് ഒരു മെട്രിക്സിന്റെ റെപ്രസെൻറ്റേഷൻ. ഒരു മെട്രിക്സിന് എപ്പോഴും നമ്മളൊരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. സോ നമ്മൾ പറയും മെട്രിക്സ് എ ഈസ് ഇക്വൽ ടു 1 2 3 4 5 6 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സ് ഇങ്ങനെയൊരു എഴുതുന്നതിന് തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രത്യേകതകളുണ്ട്. നമുക്ക് ഈ ഒരു പ്രത്യേകതകൾ ആദ്യം മനസ്സിലാക്കിയെങ്കിലാണ് നമുക്കിനി പറയുന്ന ഓപ്പറേഷൻസ് ആണെങ്കിലും അടുത്തുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ പിടുത്തം കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്താണ് ഈ പറയുന്ന മെട്രിക്സിന്റെ പ്രത്യേകതകൾ. നമ്മൾ ഈ എഴുതിയേക്കുന്ന എലമെന്റ് ശ്രദ്ധിച്ചാൽ മതി. 1 2 3 4 5 6 അതിന് നമ്മൾ ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് പോലെ ഹൊറിസോണ്ടലി ആയിട്ടും വായിക്കുകയും ചെയ്യുക. അതുപോലെ 1 4 2 5 3 6 എന്ന പോലെ വെർട്ടിക്കലി നമുക്ക് റീഡ് ചെയ്യാം. ശരിയല്ലേ? ഓക്കെ, നമ്മൾ ഈ ഹൊറിസോണ്ടലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ഭാഗത്തെ പറയുന്ന പേരാണ് റോ എന്നും, വെർട്ടിക്കലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലൈനിനെ പറയുന്ന പേരാണ് കോളം എന്നും പറയുക. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര റോസ് ഉണ്ടെന്ന് പറയാം? 2 റോസ് ഉണ്ട്. ഒന്നാമത്തെ റോ എന്ന് പറയുന്നത് 1 2 3, രണ്ടാമത്തെ റോ 4 5 6. കോളം 3 കോളം ഐഡന്റിഫൈ ചെയ്യാം. ശരിയല്ലേ? ആദ്യത്തെ കോളം 1 4 എന്നും, രണ്ടാമത്തെ കോളം 2 5 എന്നും, മൂന്നാമത്തെ കോളം 3 6 എന്നും, ഇങ്ങനെ 3 കോളംസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. പിടുത്തം കിട്ടിയല്ലോ? അപ്പം ഒരു മെട്രിക്സിന് എപ്പോഴും ഈ എലമെന്റുകൾ എഴുതുമ്പോൾ അതിൽ റോയും ഉണ്ടാകും കോളവും ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ഇനി ഈ റോയും കോളവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ മെട്രിക്സിന്റെ സൈസിനെ റെപ്രസെന്റ് ചെയ്യും. സൈസ് ഒരു മെട്രിക്സിന്റെ ഷേപ്പ്, അത് എത്രത്തോളം വലിപ്പമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് നമ്മൾ സൈസ് എന്ന് സൂചിപ്പിക്കുക. ഈ സൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ റോയ്സിൻ്റെയും കോളത്തിൻ്റെയും അതിൻ്റെ എണ്ണം റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഓർഡർ എന്ന് പറയുക. നമുക്ക് ജനറലി നോക്കുകയാണെങ്കിൽ ഈ മെട്രിക്സ് എക്സാമ്പിൾ എടുക്കാം. ഇതിൽ എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്? നമുക്ക് പറയാം 2 റോയുമുണ്ട് 3 കോളവുമുണ്ട്. ശരിയല്ലേ? ഓക്കെ, ഈ റോയുടെയും കോളത്തിൻ്റെയും എണ്ണത്തെ ഒരു ഇൻറ്റു സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈ പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ റീഡ് ചെയ്യേണ്ടത് ബൈ എന്നായിരിക്കണം. എങ്ങനെ റീഡ് ചെയ്യണം? ബൈ. അപ്പൊ നമ്മൾ ഈ പറയുന്ന മെട്രിക്സിന്റെ ഓർഡറിനെ പറയുന്ന പേര് 2/3 മെട്രിക്സ് എന്നാണ്. ജനറലി പറയുകയാണെങ്കിൽ ഒരു മെട്രിക്സിന്റെ ഓർഡർ m/n ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ m നമ്പർ ഓഫ് റോസും ഉണ്ടായിരിക്കും, n നമ്പർ ഓഫ് കോളംസും ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം ഓക്കെയാണോ? അപ്പോൾ മെട്രിക്സിനെ സംബന്ധിച്ച് ഒരു ഓർഡറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടല്ലോ, അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 ആകെ എത്രയേ ഉള്ളൂ? 6 എലമെന്റ്സ് ആണുള്ളത് നമുക്ക്. ശരിയല്ലേ? ഈ എലമെന്റ്സിന്റെ എണ്ണവും ഈ ഓർഡറും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണത്? ഈ 2/3 എന്ന് പറയുന്ന ആ ഓർഡർ വെറുതെ സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയാണോ അതായിരിക്കുള്ളൂ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലാരിഫിക്കേഷൻ ആയോ? അപ്പം ഒരു മെട്രിക്സിലെ എലമെന്റുകളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ അതിന് പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സിനെയും കൂടി നമുക്ക് ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് റോസിനെ പറ്റി പറഞ്ഞു, കോളത്തെ പറ്റി പറഞ്ഞു, ഓർഡറിനെ പറ്റി പറഞ്ഞു. നമുക്കൊരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാൻ പോവുകയാണ്. അതിൻ്റെ എലമെന്റ്സ് എന്തൊക്കെയായിരുന്നു? 1 2 3 4 5 6. ഇതുവരെ നമ്മൾ ഓർഡർ എന്താണെന്ന് പഠിച്ചു, റോ എന്താണ്, കോളം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എലമെന്റ്സുകൾ, ടോട്ടൽ എലമെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ ആ ഓർഡറിന്റെ എലമെന്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കി. ഇനി നോക്കണം, നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട് ആണല്ലോ. അതിൽ 1 എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക പൊസിഷനിലാണ്. ശരിയല്ലേ? 5 എഴുതിയേക്കുന്നത് ഒരു പൊസിഷനിലാണ്, 3 എഴുതിയേക്കുന്നതും അതൊരു പൊസിഷനിലാണ്. അപ്പോൾ ഒരു മെട്രിക്സിൽ എലമെന്റ് എഴുതുമ്പോൾ അതിനൊരു പൊസിഷൻ ഉണ്ട്. ഈ പൊസിഷനെ പറ്റിയാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2/3 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എത്ര റോ, എത്ര കോളം? 2 റോയും 3 കോളംസും. നമുക്കിതാ ഒന്നാമത്തെ റോ
R1 എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തെ റോ R2 എന്ന് പേര് കൊടുത്തു, അതനുസരിച്ച് കോളവും പേര് കൊടുക്കുന്നു, C1, C2, C3 എന്ന് പേര് കൊടുക്കുന്നു. ഇത്രയും കാര്യം ഓക്കെയാണല്ലോ. പൊസിഷൻ പറയുന്നത് ശ്രദ്ധിച്ചോളണം. നമുക്ക് 1 എന്ന് പറയുന്ന എലമെന്റിന്റെ പൊസിഷൻ നോക്കാം. ഓക്കെ, ഈ 1 എന്ന് പറയുന്നത് എത്രാമത്തെ റോയിൽ വരുന്ന എലമെന്റ് ആണ്? കാണുമ്പോൾ തന്നെ അറിയാം 1 ആണെന്ന് അല്ലേ. അപ്പം അതിന്റെ പൊസിഷൻ ഞാൻ ജസ്റ്റ് മുകളിൽ എഴുതാൻ പോവുകയാണേ. എ, സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ താഴെയായിട്ട് ഇപ്പൊ നോക്കൂ, R1 എന്ന് പറയുന്നതാണ് നമ്മുടെ റോ നമ്പർ. റോ നമ്പർ ആദ്യം എഴുതുന്നു, എത്രാമത്തെ കോളത്തിൽ വരുന്നു? അതും ഫസ്റ്റ് കോളമാണ്. കോളം നമ്പർ രണ്ടാമത് വരുന്നു. നമ്മൾ ഈ പൊസിഷനെ റീഡ് ചെയ്യുക A11 എന്നായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ആദ്യത്തേത് റോ നമ്പറും രണ്ടാമത്തേത് കോളം നമ്പറും. ഇനി 2 എന്ന് പറയുന്ന പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, 2 എത്രാമത്തെ റോയിൽ വരുന്നതാണ്? ഒന്നാമത്തെ റോയിൽ വരുന്നു അല്ലേ. അപ്പോൾ A1 ഒന്നാമത്തെ റോയിൽ വരുന്നു. എത്രാമത്തെ കോളത്തിലാണ്? അത് സെക്കൻഡ് കോളത്തിൽ വരുന്നതാണ്. സോ A12 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കണ്ണടച്ച് ഞാൻ ചോദിക്കുന്നു, ആർക്ക് പറയാം ഈ 6 എന്ന് പറയുന്ന എലമെന്റിന്റെ പൊസിഷൻ എന്താണെന്നുള്ളത്? ശ്രദ്ധിച്ച് പറയണം, ട്രൈ ചെയ്യാം നമുക്ക് അല്ലേ. നിങ്ങൾ തനിയെ എഴുതിക്കൊള്ളുക. നോക്കിക്കോ, രണ്ടാമത്തെ റോയിൽ വരുന്നു. അപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ഞാൻ എഴുതി, പൊസിഷൻ പറയാൻ പോവുകയാണ്. രണ്ടാമത്തെ റോ എത്രാമത്തെ കോളമാ? മൂന്നാമത്തെ കോളം. ഇങ്ങനെ നമുക്ക് ഈ മെട്രിക്സിൽ എഴുതുന്ന എല്ലാ എലമെന്റുകളുടെയും പൊസിഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യം ഓക്കെയാണല്ലോ. ദാ ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം നോക്കിയേ, ഇഫ് എ മെട്രിക്സ് ഹാസ് 24 എലമെന്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതിൻ്റെ ഒരു ടെക്നിക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതേ മോഡലിൽ ഈ പറയുന്ന നമ്പർ എന്ത് വേണേൽ വരാം. 18 വരാം, 8 വരാം, 6 വരാം, വാട്ടെവർ എന്തും വന്നുകൊള്ളട്ടെ, നമുക്ക് ചെയ്യാം. അപ്പോൾ 24 എന്ന് പറയുന്ന ഈ നമ്പറിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഈ 24 എന്ന് പറഞ്ഞാൽ ഏതെല്ലാം നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും? പോസിറ്റീവ് നമ്പർ കൊണ്ട്. നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം പറയാം, 1 × 24 24 ആണെന്ന് പറയാം. പറഞ്ഞുകൂടെ? ഇതിനെ തിരിച്ചും പറയണം കൈയോടെ. എങ്ങനെയാ? 24 × 1 എന്ന് പറയാം. പറഞ്ഞോളെ, പറയാം. ഇനി നമുക്ക് 2 × 12ഉം 24 തന്നെയാണ്. തിരിച്ച് പറയുകയാണെങ്കിൽ 12 × 2ഉം 24 തന്നെയാണ്. ഇനി 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 × 8ഉം 24 ആണ്. 8 × 3ഉം 24 ആണ്. 4 എടുക്കുകയാണെങ്കിൽ 4 × 6ഉം 24 ആണ്. 6 × 4ഉം 24 ആണ്. ഇനി നമുക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ. നമ്മൾ എല്ലാം എടുത്തു കഴിഞ്ഞു. 5 എടുക്കാൻ പറ്റില്ല, 6 ഓൾറെഡി എടുത്തു കഴിഞ്ഞു, 7, 8 എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ 8 സെറ്റ് കണ്ടില്ലായിരുന്നോ? ഈ 8 എണ്ണമാണ് നമുക്ക് ഈ പറയുന്ന 24 എലമെന്റ്സ് ഉള്ള മെട്രിക്സിന് വരാൻ സാധ്യതയുള്ള ഓർഡേഴ്സ്. അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് എഴുതണം. ഓർഡേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ ഈ ബൈ എന്ന് പറയണത് ഇൻറ്റു നല്ല വൃത്തിയാക്കി ഇട്ടാൽ മതി. 1/2, 1/24, 24/1, അതുപോലെ തന്നെ 2/12, 12/2. ഇനി ബാക്കി താഴെ എഴുതാം. 3/8 വരുന്നുണ്ട്, 8/3 വരുന്നുണ്ട്, അതുപോലെ 4/6 വരുന്നുണ്ട്, 6/4 വരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എലമെന്റ് എത്ര എണ്ണം തരും? നമുക്ക് 24 എന്ന് പറഞ്ഞു. ഇവിടെ ചിലപ്പോൾ അത് 18 ചോദിക്കാം, 12 ചോദിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. ആ നമ്പറിന് കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ, പോസിറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെയാണോ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് ഓക്കെയാണല്ലോ. ഇനി മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മോഡലാണ് ഒരു മെട്രിക്സിന്റെ കൺസ്ട്രക്ഷൻ. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഓർഡർ അവർ സ്പെസിഫൈ ചെയ്ത് പറയും. 2/2 ആണെന്നും 2/3 ആണെന്നും പറയും. അതോടൊപ്പം തന്നെ ആ എലമെന്റുകൾ ഫോം ചെയ്യുവാനുള്ളൊരു കണ്ടീഷൻ അവിടെ ഉണ്ടാകും. ഈ പൊസിഷൻ അനുസരിച്ചുള്ളത്, ഐയും ജെയും ഉപയോഗിച്ചുകൊണ്ടുള്ളത് ആ പൊസിഷൻ ഉണ്ടാകും. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2/2 ഓർഡറിലുള്ള ഒരു ജനറൽ മെട്രിക്സിനെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ എഴുതാൻ പോവുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം 2/2 ആകുമ്പോൾ എത്ര റോ എത്ര കോളം? 2 റോ 2 കോളം. അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ആകെ 4 എലമെന്റ്സ്, അത് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന ഓർഡർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എലമെന്റ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പൊസിഷൻ എഴുതാൻ പോവുകയാണ്. ഒന്നാമത്തെ പൊസിഷൻ A11, രണ്ടാമത്തത് A12, പിന്നെ A21, പിന്നീട് ആര് വരും? A22. ലാസ്റ്റ് എലമെന്റ് കഴിഞ്ഞു. വേറൊന്നില്ല. ഇനി ഈ പറയുന്ന പൊസിഷൻ അനുസരിച്ചുള്ള എലമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള മാർഗം നമ്മൾ ഈ 4 എണ്ണത്തിലും
ഓരോന്നിലും എഴുതാൻ പോകുന്നു. അപ്പോൾ AIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I+J the whole square by 2 എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പൊസിഷൻ കണ്ടുപിടിക്കാം. യെസ്, അപ്പോൾ നമ്മൾ തുടങ്ങുന്നു A11. അതിന് മീനിങ് എന്താ? ഐക്കും 1 ജെക്കും 1 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നു 1 + 1 the whole square by 2. ഒന്ന് നേരെ പറഞ്ഞു നോക്കിയേ, 1 + 1 എത്രയാ? 2 അല്ലേ? അപ്പോൾ 2² 2, ഒരു 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 2 എന്ന് പറഞ്ഞു കിട്ടും. ഒരു 2 ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് A12 ആണ്, ആണല്ലോ. അപ്പോൾ ഐയുടെ സ്ഥാനത്ത് 1 ആണ്, ജെയുടെ സ്ഥാനത്തോ 2 ആണ്. അപ്പോൾ 1 + 2 the whole square divided by 2. 1 + 2 എത്രയാ? 3 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് കിട്ടും 3² 2. ദ ആൻസർ ഈസ് 9/2. ഓക്കെ ആണ് പറഞ്ഞത്. തേർഡ് വൺ, അതിൻ്റെ എലമെൻറ്റിൻ്റെ പൊസിഷൻ A21 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 + 1 the whole square divided by 2 എന്ന് പറഞ്ഞെഴുതും. ഐയും ജെയുടെയും പൊസിഷൻ എന്താണോ ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ അതനുസരിച്ച് എടുത്തെഴുതിയാൽ മാത്രം മതി കേട്ടോ. 2 + 1 കണ്ടു കഴിഞ്ഞു, 3² 2. സോ ദ ആൻസർ ഈസ് 9/2. ദ വെരി ലാസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A22 ആണ്. അപ്പോൾ ഐയും ജെയും സെയിം ആണല്ലോ അല്ലേ? A2 + 2 the whole square divided by 2. അപ്പോൾ 2 + 2 അറിയാം, 4 ആണെന്നറിയാം. 4² divided by 2. 16/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 8 എന്ന് പറഞ്ഞു കിട്ടും. ഇങ്ങനെ എഴുതി നിർത്തിയാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഈ മെട്രിക്സിനെ ഈ എലമെൻസിൻ്റെ പൊസിഷൻ അനുസരിച്ച് കോപ്പി ചെയ്യുക. A11 എത്ര കിട്ടി? 2 കിട്ടി. A12 ആണെങ്കിലോ 9/2. A21 ആണെങ്കിലും 9/2. ഇതെന്ത് വരും? നമുക്ക് 8 വരും. കണ്ടോ? ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ചോദ്യം മാറി വരാം. A22 എന്നുള്ളത് 2-3 ആകാം, 3-4 ആകാം, വാട്ടെവർ എന്തും ആയിക്കൊള്ളട്ടെ. ഈ പൊസിഷനും അതനുസരിച്ച് മാറി വരും കേട്ടോ. ഈ പൊസിഷനും അതനുസരിച്ച് മാറി വരും. ഇത്രയും കാര്യം ഓക്കെയാണോ? ശരി. എടാ മക്കളെ, നമ്മളിനി ടൈപ്സ് ഓഫ് മെട്രിക്സസ് വെറുതെ ജനറലി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നമുക്ക് ഓരോരോ ടൈപ്പിനെ പറ്റിയും പഠിക്കാം. ആദ്യം കോളം മെട്രിക്സ്. അതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഒരു കോളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2 കണ്ടില്ലേ? അതിനെന്ത് മാത്രമേ ഉള്ളൂ? ഒരു കോളം മാത്രമേ ഉള്ളൂ. അതാണ് കോളം മെട്രിക്സ് എന്ന് പറയുക. രണ്ടാമത്തത് റോ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റോ മാത്രമേ ഉള്ളൂ, 1, 2. ഇനി സ്ക്വയർ മെട്രിക്സ്, അതിൻ്റെ പ്രത്യേകത റോയും കോളവും സെയിം ആയിരിക്കുള്ളൂ. നേരത്തെ നമ്മളൊരു 2/2 മെട്രിക്സ് എഴുതിയില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2, 3, 4 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സിന് ഒരു എക്സാമ്പിളാണ്. പ്രത്യേകത എന്താ? അതിൻ്റെ റോ നമ്പറും കോളം നമ്പറും സെയിം ആയിരിക്കുക എന്നുള്ളതാണ്. 2/2, 3/3 മെട്രിക്സുകളെല്ലാം എന്തിന് എക്സാമ്പിളാണ്? സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിളാണ്. നാലാമത്തത് ഡയഗണൽ മെട്രിക്സ്. അതൊരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി വരാൻ സാധിക്കുള്ളൂ. അതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ ഈ ഒന്നാമത്തെ സ്ക്വയർ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ 1, 4 എന്ന് പറയുന്ന ആ പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷനിലെ എലമെൻറ്റുകളെ പറയുന്ന പേരാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുക. എന്ത് എലമെൻറ്റ്സ് ആണ്? ഡയഗണൽ എലമെൻറ്റ്സ്. അത് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ പൊസിഷൻ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. 1, 1, 2, 2, 3, 3 എന്നിങ്ങനെ സെയിം ആയിരിക്കുള്ളൂ. പൊസിഷൻ്റെ റോ നമ്പറും കോളം നമ്പറും എപ്പോഴും സെയിം ആയിരിക്കുള്ളൂ ഡയഗണൽ എലമെൻറ്റ്സിൽ. അപ്പോൾ ഈ സ്കെയിലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോ എലമെൻറ്റ് വരുന്നു, ബാക്കിയുള്ള എലമെൻറ്റുകൾ 0 വരുന്നവനെയാണ് എന്ത് പറയുക? ഡയഗണൽ എന്ന് പറയണത്. ഇവിടുന്ന് കിട്ടിയോ? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ നോൺ ഡയഗണൽ എന്ന രീതിയിൽ, അതായത് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാതെ വരുന്ന ഈ എലമെൻറ്റുകളെല്ലാം 0 ആയിരിക്കുള്ളൂ. നോൺ ഡയഗണൽ 0 ആയിരിക്കുള്ളൂ, ഡയഗണൽ മാത്രമേ നോൺ സീറോയിൽ വരികയുള്ളൂ. അടുത്ത മെട്രിക്സ് സ്കെയിലർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ തന്നെ അടുത്തൊരു വേർഷനാണ് സ്കെയിലർ മെട്രിക്സ്. അതായത് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 തന്നെ, ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ഇവിടുന്ന് കിട്ടിയോ? 2 ആണെങ്കിൽ 2, 2, 3 ആണെങ്കിലോ 3, 3. ഇനി അതിൻ്റെ തന്നെ അടുത്തൊരു വേർഷനാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സ് നമ്മൾ ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലുമായിട്ട് ചോദിക്കും. അതിനെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക I എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. നോക്കുക, അതിന് പ്രത്യേകത ഇത്രയേ ഉള്ളൂ, നോൺ ഡയഗണൽ എലമെൻറ്റുകൾ 0യും ഈ 1 ആയിരിക്കുള്ളൂ എപ്പോഴും ഡയഗണൽ എലമെൻറ്റുകളായിട്ട് വരിക. ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും അറിയാമോ? ഇത് 2/2 ആയിരിക്കുള്ളൂ. ഓർഡർ 3 വരുന്ന ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് നിങ്ങൾ കണ്ടുവച്ചേക്കുക. കാരണം അടുത്ത ചാപ്റ്ററൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഓർഡർ അനുസരിച്ച് ആവശ്യം വരും. ഈ ചാപ്റ്ററിൻ്റെ അവസാനവും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓർഡർ 3/3 വരുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1, 0, 0, 0, 1, 0, 0, 0, 3 എന്നുള്ളതായിരിക്കുള്ളൂ. 0, 0, 1 എന്നുള്ളതായിരിക്കുള്ളൂ. നോക്കിയേ,
ഡയഗണൽ എലമെൻറ്റുകൾ എല്ലാം 1ഉം നോൺ ഡയഗണൽ എല്ലാം 0 ആയിരിക്കുള്ളൂ. ഒരു ലാസ്റ്റ് മെട്രിക്സ് പഠിക്കാനുള്ളത് 0 മെട്രിക്സ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, എല്ലാ എലമെൻസും 0 ആയിരിക്കുള്ളൂ. അത് ഓർഡർ എന്ത് വേണേലും ആവാം, സ്ക്വയർ മെട്രിക്സ് ആവണമെന്നൊരു നിർബന്ധമില്ല. പൊതുവെ ഇക്വേഷൻസ് എഴുതുമ്പോൾ ഈ O എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത് പൊതുവെ നമ്മൾ എന്തായിരിക്കും, ഈ പറയുന്ന 0 മെട്രിക്സിനായിരിക്കുള്ളൂ. ഇത് ജസ്റ്റ് ടൈപ്പ് പറഞ്ഞതേ ഉള്ളൂ. ഐഡന്റിറ്റി മെട്രിക്സ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ആ പ്രത്യേകത ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇനി അടുത്തൊരു ഭാഗം ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ്. ഇനി മുതൽ നമ്മൾ ഓപ്പറേഷൻ സൈഡിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകണമെങ്കിൽ എക്സ് 2 0 y = 2 നോക്കുക, രണ്ട് മെട്രിക്സ് കേട്ടോ, 1 2 0 4 നോക്കിയേ. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, അവയുടെ ഓർഡർ സെയിം ആവണം. രണ്ടാമത്തത്, കറസ്പോണ്ടിങ് എലമെൻസും സെയിം ആവണം. രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർഡറും സെയിം ആവുക, കറസ്പോണ്ടിങ് എലമെൻസും സെയിം ആവുക. ഈ പ്രധാനമായിട്ടും ഈ ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഈ അൺനോൺ പാരാമീറ്റേഴ്സ് കാണാനൊക്കെ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നോക്കി, ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഇത് 2/2 ആണ്, ഇതും എന്ത് തന്നെയാണ്? 2/2 തന്നെയാണ്. കറസ്പോണ്ടിങ് പൊസിഷൻ നോക്കാം നമുക്ക്. 1 1 പൊസിഷനിൽ എക്സ് വരുന്ന പൊസിഷനിൽ അപ്പുറത്താരാ വരുന്നത്? അവിടെ 1 ആണ്. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് പറയാം? x = 1 എന്ന് പറയാം. കണ്ടോ, അൺനോൺ പാരാമീറ്റേഴ്സ് കാണാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഇക്വാലിറ്റി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ ഇവിടെ y എന്ന് പറയുന്ന പൊസിഷനിൽ ആരാ? 4 ആണ്. സോ നമുക്ക് എന്ത് പറയാം? y = 4 എന്ന് പറയാം. ബാക്കി പൊസിഷൻ നോക്കിയേ, 2ഉം 2ഉം സെയിം ആണ്, 0ഉം 0ഉം സെയിം ആണ്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ഓർഡർ സെയിം ആവുക, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെൻസും സെയിം ആയിട്ട് മാറുക എന്നുള്ളതാണ് ഇക്വാലിറ്റിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഓപ്പറേഷൻസ് പഠിക്കാൻ പോവുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ രണ്ട് ഓപ്പറേഷൻസ് എളുപ്പമാണ്. അത് അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനുമാണ്. അഡീഷൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ടതാണ് സബ്ട്രാക്ഷനും. അപ്പോൾ ഒരുമിച്ചേ പറയുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ രണ്ട് മെട്രിക്സുകളെ ആഡ് ചെയ്യാം? അപ്പോൾ അതിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. 3 4 5 6 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ, സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും സെയിം കണ്ടീഷൻ, അവയുടെ ഓർഡർ സെയിം ആവണം. എങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ. ഏത് പരിപാടി? അഡീഷനും സബ്ട്രാക്ഷനും നടക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാം? ഞാൻ പ്ലസ് ഇടാൻ പോവുകയാണേ, ഇത് കഴിഞ്ഞിട്ട് മൈനസ് ഇട്ട് കാണിച്ചു തരാം. എങ്ങനെ ആഡ് ചെയ്യാം? കറസ്പോണ്ടിങ് പൊസിഷൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആരുണ്ട്? 1 ഉണ്ട്, അതിൻ്റെ പൊസിഷൻ രണ്ടാമത്തെ മെട്രിക്സിൽ 3 ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 + 3 = 4 എന്ന് പറഞ്ഞ് കിട്ടും. 2 + 4 എത്രയാണ് കിട്ടുക? 6 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി 3ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 8 കിട്ടി. ഇനി 4ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് പറഞ്ഞ് കിട്ടി. ഇങ്ങനെയാണ് മെട്രിക്സിൻ്റെ അഡീഷൻ ഉള്ളത്. ഇൻ കേസ് അത് സബ്ട്രാക്ഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. 1 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് -2 വരുന്നു. 2 - 4 എന്ന് പറഞ്ഞാൽ -2 വരുന്നു. 3 - 5 -2 കണ്ടില്ലേ? അതുപോലെ കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരായിട്ട് മാറി? അഡീഷന് പകരം ഏത് ഓപ്പറേഷൻ ചെയ്യാം? സബ്ട്രാക്ഷൻ ചെയ്യാം. അതേപോലെ തന്നെയാണ് കേട്ടോ. ഇനിയുള്ള പ്രോപ്പർട്ടിയാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. വളരെ സിമ്പിളാണ്. ഒരു നമ്പർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു വിചാരിക്കാം. അത് ചെയ്യാൻ വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളെയും ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ സ്കെയിലാർ 2 ആണ്. സ്കെയിലാർ മീനിങ് എന്താ? ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ വരും? 2 × 1 2 എന്ന് പറയാം. 2 × 2 4 ആണ്. 2 × 3 6 ആണ്. 2 × 4 8 ആണ്. ഇതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത്. രണ്ട് ഓപ്പറേഷൻ ഓക്കെയാണോ? അഡീഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിൽ പഠിക്കേണ്ടതാണ് സബ്ട്രാക്ഷനും. കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അതിന് ആകണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞേ? ഓർഡർ സെയിം ആയിരിക്കണം. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, ആ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാ എലമെൻസും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൂന്നാമത്തെ ഓപ്പറേഷൻ ഉണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അത് ഇത്തിരി വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലമായിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ നോക്കി എല്ലാവരും
എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു രണ്ട് മെട്രിക്സുകളാണ് അല്ലേ എക്സും വൈയും. അപ്പോൾ രണ്ട് മെട്രിക്സുകളുടെ സമ്മ് തന്നിട്ടുണ്ട്, അതുപോലെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഇതേ മോഡലിൽ ചോദ്യങ്ങൾ നമുക്ക് ആവശ്യമാണ് കേട്ടോ, എക്സാമിന് ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ്. നമുക്ക് ഇതിൽ മെട്രിക്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇക്വാലിറ്റി, സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ ഈ സംഭവങ്ങളെല്ലാം ഒരേപോലെ വരുന്ന ചോദ്യമാണ് ഈ മോഡൽ ചോദ്യങ്ങൾ. രണ്ട് മെട്രിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. തുടങ്ങാം നമുക്ക്. അപ്പോൾ ഗിവൺ പാരാമീറ്റേഴ്സ് രണ്ട് മെട്രിക്സുകളെ സമ്മാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തരുന്നൊരു മെട്രിക്സ് ആണ് 7 0 2 5 എന്ന് പറയുന്നത്. ഒന്നാമത്തെ മെട്രിക്സ് ഓക്കെ ആണോ? ഒന്നാമത്തെ ഇക്വേഷൻ അവർ പറഞ്ഞേക്കണത് തന്നെയാണ്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തത് എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു വേറൊരു മെട്രിക്സ് ആണ് 3 0 0 3 എന്ന് പറയും. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. നമ്മൾ സാധാരണ പേഴ്സ് ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 5 എന്നും എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു മൈനസ് വൈ ആണ് കേട്ടോ, എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു 2 എന്നും പറയുകയാണെങ്കിൽ എക്സും വൈയും കാണാൻ പറയുമ്പോൾ എന്ത് പറയും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ നമ്പർ 1 ഉം 2 ആണെങ്കിൽ ഏതെങ്കിലും ഒരു പാരാമീറ്ററിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. ശരിയല്ലേ? നമുക്ക് എക്സും ഉണ്ട് വൈയും ഉണ്ട്, ഒരു പാരാമീറ്ററിനെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നോക്കുക, ഒന്ന് പ്ലസ് വൈ ഉണ്ട്, മറ്റേത് മൈനസ് വൈ ഉണ്ട്. നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും ആഡ് ചെയ്യുമ്പോൾ 2x ഇസിക്കൽ ടു 7 എന്ന് പറഞ്ഞു കിട്ടും, എക്സ് ഇസിക്കൽ ടു 7/2. കണ്ടോ, ഇങ്ങനെ ചെയ്തുകൂടെ? അതേപോലെയുള്ള പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ മെട്രിക്സിൻ്റെ കേസിലും ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവിടെ നമ്മൾ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യുന്നു. കാരണം മുകളിൽ ഒരു പ്ലസ് വൈ അവിടെ കിടപ്പുണ്ട്, താഴെ ആര് കിടപ്പുണ്ട്? ഒരു മൈനസ് വൈ ഉണ്ട്. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ പ്ലസും മൈനസും ഒരു ക്യാൻസൽ ആകും. ലെഫ്റ്റ് സൈഡ് ആര് മാത്രമായി? 2x മാത്രമായി. ഇനി നോക്കൂ, റൈറ്റ് സൈഡ് ഒരു മെട്രിക്സ് ആണ് അല്ലേ, മെട്രിക്സ് വിധമാണ്. അപ്പോൾ ആ മെട്രിക്സിൻ്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ ആഡ് ചെയ്യുന്നു. ചെയ്യാൻ പോവുകയാണേ. 7ഉം 3യുമാണ് ഓരോ പൊസിഷൻ. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. 0യുമാണ് പൊസിഷൻ. ആഡ് ചെയ്യുമ്പോൾ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇനി നമുക്ക് 2ഉം 0യും ഉണ്ട്, ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടുന്നു. 5ഉം 3യും ഉണ്ട്, ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് എക്സ് അല്ല, ആരാ? 2x ആണ്. അപ്പോൾ എക്സ് കാണണമെങ്കിൽ ഈ 2 മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോളം എന്താവും? ഡിവിഷനായിട്ട് മാറും. 10 0 2 8. അപ്പോൾ വന്നത് കണ്ടോ? സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ വന്നത് കണ്ടോ? 1/2 കൊണ്ട് എല്ലാ എലമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് എല്ലാ എലമെൻസും ആരായിട്ട് മാറും? ഹാഫ് ആയിട്ട് മാറും അല്ലേ? 10 എന്നുള്ളത് 5 ആയിട്ട് മാറും. 0 ഒന്നും ആവുന്നില്ല, അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 2 എന്നുള്ളത് 1 ആകും. 8 എന്നുള്ളത് ആരായിട്ട് മാറും? 4 ആയിട്ട് മാറും. ചോദ്യം എന്താ? എക്സും വൈയും കണ്ടുപിടിക്കുക. അതിലാരെ കണ്ടുപിടിച്ച് കഴിഞ്ഞു? എക്സിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വൈ കാണുക എന്നുള്ളതാണ്. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എടുക്കുന്നു. 2-3 രീതിയിൽ ചെയ്യാം. ഒരു മെത്തേഡ് പറയാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 1, അതിൽ നമ്മൾ ഈ പറയുന്ന വൈ അല്ലേ കാണേണ്ടത്? എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പം നമുക്ക് വൈ ഇസിക്കൽ ടു ഈ പറയുന്ന മെട്രിക്സ് ഏതാണത്? 7 0 2 5 മൈനസ് എക്സ് എന്ന് പറയാം. പറഞ്ഞുകൂടെ? ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഈ പ്ലസ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് എക്സ് ആയിട്ട് മാറും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വൈ ഇസിക്കൽ ടു നോക്കിയേ, 7 0 2 5 എന്നുള്ള റൈറ്റ് സൈഡിലെ മെട്രിക്സിൽ നിന്നും എക്സ് എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്താണ് നേരത്തെ കിട്ടിയിരിക്കുന്നത്? 5 0 1 4 ഉണ്ട്. അത് നമ്മൾ ഡിഫറൻസ് എടുക്കാം. കണ്ടോ, ഈ പ്രോബ്ലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നു? മെട്രിക്സിൻ്റെ അഡീഷൻ വന്നു, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ വന്നു, ഡിഫറൻസും വന്നു. ഡിഫറൻസ് എങ്ങനെ കാണണം? അഡീഷൻ ചെയ്തതുപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഡിഫറൻസ് എടുക്കാം. 7 മൈനസ് 5 2 ആണെന്നറിയാം. 0 മൈനസ് 0 0 ആണെന്നറിയാം. 2 മൈനസ് 1 1 ആണെന്നറിയാം. 5 മൈനസ് 4ഉം 1 തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ആരുടെ വാല്യൂവും കിട്ടി? വൈയുടെ വാല്യൂവും കിട്ടി, എക്സിൻ്റെ വാല്യൂവും കിട്ടി. ഓക്കെ ആണല്ലോ? ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മോഡലും കൂടിയാണ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ഒരു മെട്രിക്സ് ആണ്, ശരിയല്ലേ? ഇനി ഈ പറയുന്ന മെട്രിക്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഉപയോഗിച്ചുകൊണ്ട് തന്നെ എലമെൻറ്റുകൾ കാണുന്നൊരു ചോദ്യമുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നൊരു ചോദ്യം. കണ്ടോ, എക്സും വൈയും തന്നെ, പക്ഷേ ആരാ? എലമെൻറ്റ് മെട്രിക്സിൻ്റെ ഉള്ളിലാണ്. കണ്ടോ, ഇവിടെയും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് അഡീഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ തന്നിട്ട് വായിച്ചേ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ്
കണ്ടോ, 2 ഇൻറ്റു ഒരു മെട്രിക്സ്, 2 ഇൻറ്റു ഒരു മെട്രിക്സ് പ്ലസ് ഒരു മെട്രിക്സ് ഈസിക്കൽ ടു ആരാ 5 6 1 8 എന്നുള്ളതാണ്. അവിടെ നോക്കിയടാ എക്സും ഉണ്ട് വൈയും ഉണ്ട് അല്ലേ. ഈ എക്സും വൈ ആണ് കാണേണ്ടത്, എലമെന്റ്സ് ആണ്. അതുകൊണ്ട് സ്മോൾ ലെറ്ററിൽ കൊടുത്തു, മെട്രിക്സിൻ്റെ ഉള്ളിൽ അവർ വന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ പരിപാടി. ശരി, അതിനു വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നോക്കൂ, ഈ മെട്രിക്സിനെ ആഡ് ചെയ്യാനായിട്ട് 2 സെപ്പറേറ്റ് മെട്രിക്സ് ഇൻഡിപെൻഡൻറ്റ് മെട്രിക്സ് ആയിട്ട് മാറ്റണം. ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഈ 2 എന്ന് പറയുന്ന ടൈം അവിടെ മൾട്ടിപ്ലിക്കേഷൻ കിടപ്പുണ്ട്. അതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തെങ്കിലാണ് പിന്നീടുള്ള ഈ അഡീഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഈ ടൈം എടുത്ത് എഴുതുന്നു, 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താം നമുക്ക്. അപ്പോൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എങ്ങനെ വരും, ഓരോ എലിമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 1 3 0 x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 6 0 2x. ഓക്കെ ആണോ ഒന്നാമത്തെ കാര്യം? ശരിയല്ലേ. പ്ലസ് നമുക്ക് രണ്ടാമത്തെ മെട്രിക്സ് ആരാണത്, y 0 1 2 എന്നുള്ളതാണ്. ഈസ് ഈക്വൽ ടു 5 6 1 8. കണ്ടോ, ഇപ്പോൾ ചെയ്ത പ്രോപ്പർട്ടി എന്താ, പ്രോസസ്സ് എന്താ, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മളുടെ മെട്രിക്സ് അഡീഷൻ ചെയ്യാൻ പോവുകയാണ്. തുടങ്ങിയാലോ. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. നിങ്ങൾ കൈയോടെ ചെയ്തോളുക. നമ്മൾ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. റൈറ്റ് സൈഡ് വേറെ ഒന്നുമില്ല, കാരണം ഒറ്റ മെട്രിക്സേ ഉള്ളൂ, 5 6 1 8 എന്ന് പറഞ്ഞിട്ട്. തട്ടിയാലോ? യെസ്. അപ്പോൾ കറസ്പോണ്ടിങ് പൊസിഷൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. 2 ഉണ്ട് y ഉണ്ട്, ആഡ് ചെയ്യുമ്പോൾ 2 + y. അപ്പുറത്തേക്ക് പോകാം. 6 ഉണ്ട് 0 ഉണ്ട്, ആഡ് ചെയ്യുമ്പോൾ 6. 0 ഉണ്ട് 1 ഉണ്ട്, ആഡ് ചെയ്യുമ്പോൾ 1. 2x ഉണ്ട് 2 ഉണ്ട്, ആഡ് ചെയ്യുമ്പോൾ 2x + 2. കഴിഞ്ഞു. ഇപ്പം എത്ര ഓപ്പറേഷൻ ചെയ്തു, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, മെട്രിക്സിന്റെ അഡീഷനും ചെയ്തു. ഇനി ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് കണ്ടോ, പ്രോപ്പർട്ടി വന്നത് കണ്ടോ. ഇനി എന്ത് ചെയ്യണം, എക്സ് വൈയിലെ കാണേണ്ടത് ആ പൊസിഷൻസ് ഇക്വേറ്റ് ചെയ്യുക. 2x + 2 കറസ്പോണ്ടിങ് വരുന്ന ഭാഗം എന്താ, 8 ആണ്. നമ്മൾ എഴുതുന്നു 2x + 2 = 8 എന്നുള്ളതാണ്. ഈ 2 എന്ത് ചെയ്യുക, അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. therefore 2x = 8 - 2 എന്ന് പറഞ്ഞാൽ 6 ആകും. then x = മൾട്ടിപ്ലിക്കേഷൻ ആയ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. 6/2 = 3. എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ. അതുപോലെ y എടുക്കുക. കണ്ടോ, y കറസ്പോണ്ടിങ് ടൈം എടുക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാം 2 + y = 5 അല്ലേ. y = എളുപ്പമാണ്, 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. 5 - 2 = 3. ദാറ്റ് ഈസ് ദ ആൻസർ. കണ്ടോ, എത്ര ഓപ്പറേഷൻ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്തു. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് അഡീഷൻ, ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ്. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ പറയാൻ പോവുകയാണ്. നമുക്ക് 2 മെട്രിക്സ് ഇവിടെ കാണുന്ന പോലെ, നേരത്തെ കണ്ടതുപോലെ നമ്മൾ എഴുതി, അതിൻ്റെ ഓർഡർ നമ്മൾ എഴുതി, എന്താണ് ആൻസർ ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ തുടങ്ങുന്നു. ഫസ്റ്റ് മെട്രിക്സിനെ നമ്മൾ റോ വൈസ് ആയിട്ട് സെലക്ട് ചെയ്യണം എപ്പോഴും. സെക്കൻഡ് മെട്രിക്സിനെ എപ്പോഴും നമ്മൾ കോളം വൈസ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെ പെൻസിൽ കൊണ്ട് ഒരു ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, ഒന്നാമത്തെ മെട്രിക്സിലേക്ക് നോക്കുമ്പോൾ തന്നെ റീഡിങ് പോകുന്നത് 1 - 2 2 3 എന്നാണ്. ശരിയല്ലേ. രണ്ടാമത്തെ മെട്രിക്സ് നോക്കുകയാണെങ്കിലോ നമുക്ക് റോ വൈസ് ആയിട്ട് വായിക്കാൻ തോന്നില്ല. എങ്ങനെ തോന്നുള്ളൂ, കോളം വൈസ് ആയിട്ട് 1 2 2 3 3 1 എന്നല്ലേ തോന്നുള്ളൂ. അങ്ങനെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ റോയും രണ്ടാമത്തെ മെട്രിക്സിലെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒന്നാമത്തെ മെട്രിക്സിലെ റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിലെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ പൊസിഷനിൽ എഴുതുന്നു. നമ്മളൊന്ന് ആദ്യത്തെ ഭാഗമായതുകൊണ്ട് വിശദമായിട്ട് പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 2 ആണെന്നറിയാം. അപ്പോൾ ഒന്നാമത്തെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 2 ആണ്. ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് 1 2 ആണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് 1 2 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഒന്നാമത്തെ റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഒന്നാമത്തെ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 1 എന്ന് പറയുന്ന ഈ 1 1 എന്ന് പറയുന്ന പൊസിഷനിലാണ് അതിൻ്റെ എലമെൻറ്റിനെ എഴുതേണ്ടത്. പിടുത്തം കിട്ടിയോ, 1 1. അതുപോലെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ എലമെൻറ്റുകൾ എല്ലാം വരേണ്ടത് ഒന്നാമത്തെ റോയിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പൊസിഷൻ എന്ന് പറഞ്ഞു നോക്കാം.
ഒന്നാമത്തെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആരെ? രണ്ടാമത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾ ഈ പൊസിഷൻ ഒന്ന് ആലോചിക്കുക. 1 2 എന്ന് പറയുന്ന പൊസിഷൻ എവിടെ വരണം? ഒന്നാമത്തെ റോ രണ്ടാമത്തെ കോളം, അത് ഇവിടെ തന്നെയല്ലേ വരേണ്ടതുള്ളൂ. അങ്ങനെയാണ്. ഇനി മൂന്നാമത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ റോയും മൂന്നാമത്തെ കോളവും എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ 1 3 ആണ്. അത് വരേണ്ടത് ഫസ്റ്റ് കോളത്തിൽ തന്നെയാണ്, ഫസ്റ്റ് റോയിൽ തന്നെയാണ്. ഇനി മറക്കില്ലല്ലോ. അപ്പം ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക, ഒന്നാമത്തെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെല്ലാം വരേണ്ടത് നമുക്ക് ഒന്നാമത്തെ റോയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. തുടങ്ങിയാലോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒന്നാമത്തെ മെട്രിക്സിനെ റോ വൈസ് ആയിട്ട് സെലക്ട് ചെയ്തു, രണ്ടാമത്തെ മെട്രിക്സിനെ കോളമായിട്ട് സെലക്ട് ചെയ്തു. എടുക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ. ഒന്നാമത്തെ റോ 1 -2, ഒന്നാമത്തെ കോളം ഇപ്പുറത്തെ മെട്രിക്സിലെ 1 2 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റും എടുത്തു. 1 × 1 കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ തമ്മിൽ 1 × 2 അല്ല, 1 × 1 കേട്ടോ. 1 × 1 ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നു 1 × 1 പ്ലസ് രണ്ടാമത്തെ എലമെൻ്റ് ആരാ? -2 × ഇവിടെ ആരാ വരുന്നത്? 2. കണ്ടോ? കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ആഡ് ചെയ്യണം, നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഒന്നാമത്തെ റോ കൊണ്ട് തന്നെ രണ്ടാമത്തെ കോളത്തെയും മൂന്നാമത്തെ കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നാമത്തെ റോയിൽ തന്നെ എഴുതണം, ശരിയല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങുന്നു 1 × 2. നമ്മൾ രണ്ടാമത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2 എന്ന് പറഞ്ഞ് എഴുതി, +2. ഇനി -2 × 3, ശരിയല്ലേ? -2 × 3. ഇപ്പോൾ നമ്മളുടെ ആ എലമെൻറ്റും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ കോളവും കൂടി ബാക്കിയുണ്ട്, ചെയ്യാം അല്ലേ? ശരി. 1 × 3 ആണ് വരുന്നത്. 1 × 3 വരുന്നു, പ്ലസ് -2 × 1, ശരിയാണല്ലോ? -2 × 1. മെട്രിക്സ് ഇങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഒന്നാമത്തെ റോ കൊണ്ട് എല്ലാ കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇനി ആരുണ്ട്? സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും വരുന്നത് എവിടെയായിരിക്കും? സെക്കൻഡ് റോയിലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ആരാ? 2 3 എന്ന് പറയും. അപ്പോൾ ഇതിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തുടങ്ങിയാലോ? യെസ്. 2 × 1 അതാണ് ആദ്യത്തെ പൊസിഷൻ വരിക. പ്ലസ് 3 × 2 കഴിഞ്ഞു. ഒന്നാമത്തെ പൊസിഷൻ കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ റോ ആരാണത്? 2 3 ആണ്. ആ 2 3 എന്നുള്ള രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളവും 2 2 എന്നുള്ള പൊസിഷൻ കണ്ടോ? ഇവിടെ വരുന്ന പൊസിഷനാണ് 2 2 എന്ന് പറയുന്നത്. നമുക്ക് എഴുതിയാലോ? എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എലമെൻറ്റുകൾ എടുക്കാം. 2 × 2 എന്ത് വരും? 2 × 2 ഇതിന് വരും. പ്ലസ് ഇടുന്നു. 3 × 3 എന്ന് പറഞ്ഞു വരും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കോളം ഒരെണ്ണം കൂടി ബാക്കിയുള്ളൂ അല്ലേ? ശരി. 2 × 3 എഴുതുന്നു. 2 × 3 എന്ന് പറഞ്ഞ് എഴുതുന്നു. 3 × 1 പ്ലസ് ഇടുന്നു. 3 × 1 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഈ പറയുന്ന പൊസിഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആ വാല്യൂസ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് തുടങ്ങിയാലോ? യെസ്, വെരി ഗുഡ്. തുടങ്ങുകയുണ്ടോ? 1 × 1 1 ആണ്. ഇനി നോക്കുക, 2 × 4 ആണ്. ഫ്രണ്ടിൽ മൈനസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ പ്ലസിൻ്റെ മൈനസ് ആരാവും? മൈനസ് ആകും. -4 എന്ന് പറഞ്ഞു വരും. ഓക്കെ. ഇനി ഇവിടെ നോക്കുക, 1 × 2 ആണ്. -6 ആണ് അതിൻ്റെ ആൻസർ വരിക. പ്ലസ് മൈനസ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ്. ഇനി 3 - 2 ഞാനത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ? 1 × 3 3 വരുന്നു. മൈനസ് പ്ലസിൻ്റെ മൈനസ് ആണ്. 2 × 1 2 വരുന്നു. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് പോകാം. റോയിലേക്ക് പോകുമ്പോൾ 2 × 1 2 ആണ്. പ്ലസ് 3 × 2 6 ആണ്. ഓക്കെ. അടുത്ത പൊസിഷനിലേക്ക് പോകുമ്പോൾ 2 × 2 4 വരും. പ്ലസ് 3 × 3 9 വരും നമുക്ക്, ശരിയല്ലേ? ഇനി 2 × 3 6 വരും. പ്ലസ് 3 × 1 3 ആയിട്ട് മാറും. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, 1 - 4 -3 ആണ്. 2 - 6 -4 ആണ്. 3 - 2 1 ആണ്. അടുത്തത്
അല്ലേ? 2 + 6 8 വരും, 4 + 9 13 വരും, 6 + 3 9 വരും. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞ് എത്ര കിട്ടും? എത്ര റോ എത്ര കോളം? 2 റോ 3 കോളം. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു 2/2 മെട്രിക്സും 2/3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോളം നമ്പറും റോ നമ്പറും സെയിം ആണെങ്കിൽ ബാക്കി വരുന്ന പൊസിഷൻ ഈ 2ഉം ഈ 3യും, ഇതാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു. കറക്റ്റായില്ലേ? കറക്റ്റായി. ഇതാണ് നമ്മളുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ പല ഓർഡർ വെച്ചിട്ടുള്ളത് നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ടോപ്പിക്ക് ഒരു പ്രധാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് ഒരു എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് ട്രാൻസ്പോസ് എന്ന് പറയുക. ഒരു മെട്രിക്സ് എ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിനെ റെപ്രസെൻറ്റ് ചെയ്യുക, അതിൻ്റെ മുകളിലൊരു ഡാഷ് ഇടും. നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. ചിലപ്പോൾ മുകളിൽ ടി എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. നോ ഇഷ്യൂസ്, നമുക്ക് ജസ്റ്റ് ഡാഷ് ഇട്ടാൽ മതി. എ ട്രാൻസ്പോസ് എന്ന് സൂചിപ്പിക്കും. എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? നമുക്കൊരു എക്സാമ്പിൾ ഇത് കാണിച്ചു തരാം, അതായിരിക്കും കുറച്ചും കൂടി ക്ലിയർ ആവുക. നോക്കിയടാ, 1 2 3 4 5 6 ഇതൊരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞ് കണ്ണടച്ച് പറഞ്ഞേ. നേരത്തെ നമ്മൾ ചെയ്തായിരുന്നു 2/3 ആണെന്ന് പറഞ്ഞിരുന്നു. വെരി ഗുഡ്, യെസ്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എ ഡാഷ് ഒന്നും വായിക്കരുത്. എങ്ങനെ വായിക്കണം? എ ട്രാൻസ്പോസ് തന്നെ വായിക്കണം. എന്താണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോ ആയിട്ടും കോളമായിട്ടും നമ്മൾ മെട്രിക്സുകളെ പറയാറുണ്ട് അല്ലേ? റോ ഉണ്ട്, കോളം ഉണ്ട് എന്ന് പറയാറുണ്ട്. അതായത് ഒരു മെട്രിക്സിലെ റോ എലമെൻറ്റുകൾ ആ ഒരു മെട്രിക്സിൻ്റെ റോ എലമെൻറ്റുകൾ കോളമായിട്ട് എഴുതി കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ 1 2 3 എന്ന് പറയുന്ന ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളമായിട്ട് എഴുതുന്നു. ഇവിടുന്ന് കിട്ടിയോ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട്. സെക്കൻഡ് റോ 4 5 6 സെക്കൻഡ് കോളമായിട്ട്. അതായത് ഒരു മെട്രിക്സിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ പേരാണ് ട്രാൻസ്പോസ് എന്ന് പറയുക. ഒരു മെട്രിക്സിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുക. ദാറ്റ് മീൻസ് റോ എലമെൻറ്റുകളെ കോളമാക്കി എഴുതിയാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് കോളം എലമെന്റ് എങ്ങോട്ട് മാറും? റോ ആയിട്ട് മാറും. ശ്രദ്ധിച്ചു നോക്കിയും 1 4 എന്ന് പറയുന്ന ഈ 1 4 എന്ന് പറയുന്ന ഒന്നാമത്തെ കോളം ഒന്നാമത്തെ റോ ആയിട്ട് മാറിയില്ലേ? കണ്ടോ? ഇതാണ് പ്രത്യേകത. ഇനി അവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, ഓർഡറിനും കൂടി ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഓർഡർ റിവേഴ്സ് ആകും. ഓർഡർ എന്താകും? റിവേഴ്സ് ആകും. ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടുന്ന് കിട്ടിയോ? അപ്പം എന്താ ചെയ്യേണ്ടത്? ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാൻസ്പോസ് എടുക്കുന്നത് എങ്ങനെയാണ്? ആ മെട്രിക്സിൻ്റെ റോ എലമെൻറ്റുകളെ കോളമായിട്ട് നമ്മൾ എഴുതിയാൽ മതി. അങ്ങനെ മാത്രം ശീലിച്ചാൽ മതി. ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ റോ മൂന്നാമത്തെ കോളം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ കിട്ടുന്നവൻ്റെ പേരാണെന്ത്? എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസും ചെയ്യാനുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടിയും പഠിക്കാനുണ്ട്. ഒന്നും കൂടി നിങ്ങൾ വന്നേ. നമ്മുടെ എലമെൻറ്റ് പോകുന്ന വഴിയും കൂടി നിങ്ങൾ പറയണം. കണ്ടോ? 1 2 3 എന്ന് പറയുന്ന പൊസിഷൻ എന്തായിട്ട് മാറി? കോളമായിട്ട് മാറി. റോ എന്നുള്ളത് കോളമായിട്ട് മാറി. എലമെൻറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ A12 പൊസിഷനിലെ എലമെൻ്റ് എന്ന് പറയുന്നത് A21 പൊസിഷനിലേക്ക് ചാടും. റോ നമ്പറും കോളം നമ്പറും ഇൻ്റർചേഞ്ച് ആകും. അതായത് A23 എന്ന് പറയുന്ന പൊസിഷനിലെ എലമെൻറ്റ് ചാടുമ്പോൾ എങ്ങോട്ട് മാറും? 3 2 മാറും കേട്ടോ. ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ എപ്പോഴും ട്രാൻസ്പോസിൻ്റെ കൺസെപ്റ്റ് വരുമ്പോൾ ഓർത്ത് വെച്ചേക്കണം. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കി, A + B നമുക്കെപ്പോഴും കിട്ടുന്നത് ഒരു മെട്രിക്സ് ആണെന്നറിയാം. ആ കിട്ടുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, A + B or A - B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സുകളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാൻസ്പോസ് കാണുന്നു. A ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് കാണുന്നതിന് തുല്യമായിരിക്കുള്ളൂ. പ്ലസ് അല്ലെങ്കിൽ മൈനസ്. ഇപ്പോഴത്തെ കിട്ടിയോ? ഒരു സിമ്പിൾ പ്രോപ്പർട്ടിയാണ് അല്ലേ? രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്ത ശേഷമോ സബ്ട്രാക്ട് ചെയ്ത ശേഷമോ കാണുന്ന ട്രാൻസ്പോസും ഓരോ മെട്രിക്സിനെയും ട്രാൻസ്പോസ് കണ്ട ശേഷം, കണ്ടോ ഇവിടെ ട്രാൻസ്പോസ് കണ്ട ശേഷം ആ ഓപ്പറേഷൻ ചെയ്താലും കിട്ടുന്നതും സെയിം ആയിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ട്രാൻസ്പോസിൻ്റെ നിങ്ങൾ പ്രധാനമായിട്ടും മറിഞ്ഞിരിക്കേണ്ട മാത്രമേ പറയുന്നുള്ളൂ. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി റോ എന്താക്കി മാറ്റി? കോളമാക്കി മാറ്റി എന്ന് മനസ്സിലായി. അതിന് വീണ്ടും ട്രാൻസ്പോസ് കാണുന്നു. എ ട്രാൻസ്പോസിൻ്റെ എഗെയിൻ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചേ, ഒരു മെട്രിക്സ്
റോ ആയിരുന്ന എലമെന്റുകളെ കോളമാക്കി മാറ്റി. വീണ്ടും ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞ മീനിങ് എന്താ? ആ കോളത്തെ എഗെയിൻ റോ ആയിട്ട് മാറ്റുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഫോമിലേക്ക് എത്തും. ദാറ്റ് മീൻസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഈസ് എ എന്നുള്ളതാണ്. ഇനി ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. നമ്മൾ പ്ലസും മൈനസും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്തായിരിക്കും? രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നായിരിക്കണം. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ഒന്നാമത്തെ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്, അങ്ങനെ ആയിരിക്കണം ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ ഓർഡറിൽ, ഒന്നാമത്തതിൻ്റെ പറഞ്ഞതിൻ്റെ ഓർഡറിൽ പറഞ്ഞു പോകരുത്, തെറ്റിപ്പോകും. മൾട്ടിപ്ലിക്കേഷനിൽ മാത്രം വരുന്നൊരു പ്രത്യേകതയാണത്. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നിന്ന് വരുന്നൊരു ചോദ്യം, എപ്പോഴും ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എക്സ്പ്രസ് ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ട് അതിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് എന്ന് എഴുതാൻ പറയും. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് കീപ്പ് ചെയ്യാനുണ്ട്, നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റൈലാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ ആൻസേഴ്സ് ആണ് പറയുന്നത്. നമുക്ക് ഈ മെട്രിക്സിനെ എ എന്ന് പറഞ്ഞ പേര് കൊടുക്കാം അല്ലേ? ആൻസറായിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം, ഈ മുതലിൻ്റെ ട്രാൻസ്പോസ് കാണുക എന്നുള്ളതാണ്. മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണാം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? റോ എലമെൻറ്റുകളെ കോളമാക്കി എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ 2 - 2 - 4 എന്നുള്ളതാണ് ഒന്നാമത്തെ റോ. 2 - 2 - 4 അതിനെന്തായിട്ട് മാറ്റി? കോളമാക്കി മാറ്റി. ഇനി രണ്ടാമത്തെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 3 2 എന്നുള്ളതാണ്. അതിനെ രണ്ടാമത്തെ കോളമാക്കി മാറ്റിയിട്ടുണ്ട്. ശരിയാണോ? ഇനി നമുക്ക് ആരുണ്ട്? മൂന്നാമത്തെ റോയുണ്ട്, 1 - 2 - 3. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞേ? ഓക്കെ, നമ്മൾ ഈ പറയുന്ന റോ കോളവും ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. പിടുത്തം കിട്ടിയില്ലേ? എ ഇവിടെയുണ്ട്, എ ട്രാൻസ്പോസ് ഉണ്ട്. ഇനി നമ്മളൊരു മെട്രിക്സിനെ ഫോം ചെയ്യാൻ പോവുകയാണ്. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്നാണ് പറഞ്ഞേക്കുന്നത്. സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു വാക്കാണ്. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും ആ മെട്രിക്സും സെയിം ആണെങ്കിലാണ് അതിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, ട്രാൻസ്പോസും ആ മെട്രിക്സും സെയിം ആണെങ്കിൽ. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -a ആയിരിക്കണം. -a ഇതെപ്പോഴും ഓർത്ത് വെക്കണം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വേർഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ട്രാൻസ്പോസ് സിമെട്രിക് എന്നും സ്ക്യൂ സിമെട്രിക് എന്നും പരിചയം വന്നില്ലെങ്കിൽ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ട്രാൻസ്പോസ് ഇത് എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. സ്ക്വയർ മെട്രിക്സ് മീനിങ് എന്താ? ഇപ്പോൾ ഈ എ കൊടുത്തതുപോലെ റോ നമ്പറും കോളം നമ്പറും സെയിം ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. ഇത്രയും കാര്യം ധാരണയായോ? അപ്പോൾ എന്താണ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും പഠിച്ചില്ലേ? എ ട്രാൻസ്പോസ് എ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമെട്രിക് എന്നും എ ട്രാൻസ്പോസ് -a വന്നു കഴിഞ്ഞാൽ സ്ക്യൂ സിമെട്രിക്കും. എപ്പോഴും ചോദ്യം വരുന്നത് ഒരു സ്ക്വയർ മെട്രിക്സിനെ സം ഓഫ് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മാക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും ആദ്യം എയുടെ ട്രാൻസ്പോസ് കണ്ടേക്കുക. അപ്പോൾ എയുടെ ട്രാൻസ്പോസ് കണ്ടു. ഇനി അവിടെ നമ്മൾ ഫോം ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിൻ്റെ പേര് കൊടുക്കുന്നു, നമ്മൾ പി എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നു. ആ പി എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ½ × a + a ട്രാൻസ്പോസ് ആയിരിക്കും. ½ × a + a ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ടതാണ് a + a ട്രാൻസ്പോസ് കാണുക. രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെ തമ്മിലാണ്? ഈ പറയുന്ന എയും ഇപ്പുറത്തെ എ ട്രാൻസ്പോസും. ചെയ്യാം, നമുക്ക് കറസ്പോണ്ടിങ് പൊസിഷൻ ആഡ് ചെയ്താൽ മാത്രം മതി അല്ലേ? ചെയ്യാം. 2 ഉണ്ട്, 2 ഉണ്ട്, നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. -2 ഉണ്ട്, -1 ഉണ്ട്, -3 എന്ന് പറഞ്ഞ് കിട്ടി. -4ഉം 1ഉം ശരിയല്ലേ? -4ഉം 1ഉം നമുക്ക് എന്ത് കിട്ടും? -3 എന്ന് പറഞ്ഞ് കിട്ടും. ഇത്രയും കാര്യം ഓക്കെയാണോ? ശരി. ഇനി നമുക്ക് -1ഉം -2ഉം, അപ്പോൾ -3 എന്ന് പറയാം. 3യും 3യും ആഡ് ചെയ്യുമ്പോൾ 6 എന്ന് പറയാം. 4ഉം -2ഉം ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് പറയാം. 1ഉം -4ഉം ആഡ് ചെയ്യുമ്പോൾ -3 എന്ന് പറയാം. -2ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 2 ആണെന്ന് പറയാം.
-3യും -3യും ആഡ് ചെയ്യുമ്പോൾ -6 ആണെന്ന് പറയാം. പിടുത്തം കിട്ടിയോ? കറസ്പോണ്ടിങ് പൊസിഷൻസ് നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ A+A ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ഓക്കെ, ശരിക്കും നമുക്കൊരു ട്രാൻസ്പോസിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി എപ്പോഴും പറയണത് ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ആഡ് ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് എപ്പോഴും സിമെട്രിക് ആയിരിക്കുമെന്നാണ്. അതൊരു പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. എയും എ ട്രാൻസ്പോസും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എപ്പോഴും സിമെട്രിക് ആയിരിക്കുള്ളൂ. നമ്മളിതിനെ ഹാഫ് കൊണ്ട് പി കാണുവാനായിട്ട് എന്ത് ചെയ്യും? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതുന്നു ഹാഫ് ഇൻറ്റു ഈ മെട്രിക്സ് എടുത്ത് എഴുതാൻ പോവുകയാണ്. ഏതാണ് ആ മെട്രിക്സ്? 4 -3 -3 -3 6 2 -3 2 -6. നമുക്കൊന്ന് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ വന്ന വരവ് കണ്ട ഇവിടേക്ക് വരും, ഇടയിലേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ ഹാഫാക്കി മാറ്റുക അല്ലേ? ഓഡ് നമ്പർ ആണെങ്കിൽ ജസ്റ്റ് ബൈ 2 എന്നിട്ട് വെച്ചാൽ മതി. ഈവൺ ആകുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? 2 ആകും. -3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, -3/2. ഈ -3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, -3/2. ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. ഇനി -3 അതിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, -3/2. 6 ഡിവൈഡ് ചെയ്യുമ്പോൾ ആരാവും? 3 ആകും. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആകും. ഈ -3/2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇട്ടു. 2 1 ആകുന്നു, -6 -3 ആകുന്നു. ഇപ്പോൾ കിട്ടിയ മെട്രിക്സിൻ്റെ പേരെന്താ? പി. അത് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് കൊടുക്കുന്ന ഒരു മെട്രിക്സിൻ്റെ പേരാണ് പി എന്ന് പറയുന്നത്. പി എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോഡൽ ചോദ്യം എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് എന്നൊക്കെ പറയില്ലേ, ആ മോഡൽ ചോദ്യം ചെയ്യാനായിട്ട് നമ്മളായിട്ട് കൊടുക്കുന്നൊരു മെട്രിക്സ് ആണ്. എപ്പോഴും ആ മെട്രിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി = ഹാഫ് ഇൻറ്റു A+A ട്രാൻസ്പോസ് ആണ്. നമുക്ക് വേണ്ടത് എന്താ? പിയും ക്യൂവും എന്ന് പറഞ്ഞല്ല വേണ്ടത്, സം ഓഫ് സിമെട്രിക് ആയിട്ടും സ്ക്യൂ സിമെട്രിക് ആയിട്ടും എഴുതണം. അതായത് നമ്മൾ എഴുതിയൊരു പ്രോപ്പർട്ടിയിലെ ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? അതൊരു സിമെട്രിക് ആയിരിക്കുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പി എന്ന് പറയുന്നത് അതൊരു സിമെട്രിക് ആണെന്ന് പറഞ്ഞു എഴുതണം. എങ്ങനെ എഴുതണം? പി ട്രാൻസ്പോസ് = പി ആണെന്ന് പറഞ്ഞു എഴുതുക. നിങ്ങൾ വെറുതെ നോക്കി നോക്കിയേ, ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഡയഗണൽ എലമെൻറ്റുകൾ ആരും മാറില്ല. എങ്ങനെ മാറുള്ളൂ? ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളമാവും. നിങ്ങൾ ഈ പറയുന്ന പി എന്ന് പറയുന്ന മെട്രിക്സിൽ ഇപ്പോൾ അണ്ടർലൈൻ ചെയ്തതിൻ്റെ മുകളിലുള്ളത് ആ മെട്രിക്സ് വെറുതെ നിങ്ങൾ കണ്ണോടിച്ച് നോക്കിയേ, ഒന്നാമത്തെ റോ തന്നെയല്ലേ ഒന്നാമത്തെ കോളവും? ശരിയല്ലേ? രണ്ടാമത്തെ റോ തന്നെയല്ലേ രണ്ടാമത്തെ കോളവും? അതെ. മൂന്നാമത്തെ റോ തന്നെയല്ലേ മൂന്നാമത്തെ കോളവും? അതായത് ഈ മെട്രിക്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സും സെയിം ആയിരിക്കുള്ളൂ. ദാറ്റ് മീൻസ് പി ട്രാൻസ്പോസ് = പി, therefore പി ഈസ് എ സിമെട്രിക് മെട്രിക്സ്. പിടുത്തം കിട്ടിയോ? പി ഈസ് എ സിമെട്രിക് മെട്രിക്സ്. നമ്മളിതാ പി എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണെന്ന് എഴുതി. അതുപോലെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വേറൊരു മെട്രിക്സ് ആണ് ക്യൂ എന്ന് പറയുക. ആ ക്യൂവിൻ്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു A-A ട്രാൻസ്പോസ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A-A ട്രാൻസ്പോസ് എപ്പോഴും നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ A-A ട്രാൻസ്പോസ് നമ്മൾ എന്തായാലും ആദ്യമേ കണ്ടുവയ്ക്കണം. എങ്ങനെ കാണണം? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി. ചെയ്താലോ? നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാൻ എ എഴുതി വെച്ചിട്ടുണ്ട്, എ ട്രാൻസ്പോസും എഴുതി വെച്ചിട്ടുണ്ട്. A2 - 2 എന്തായിരിക്കും വരിക? 0. -2 - 1 ഞാൻ സൈഡിൽ എഴുതാൻ പോവുകയാണേ. -2 - -1 എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. എങ്ങനെ കിട്ടി? അത് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 +1 ആയിട്ട് മാറും. ശരിയല്ലേ? മൈനസും +1 ആയിട്ട് മാറും. സോ ദ ആൻസർ ഈസ് -1. അപ്പോൾ നമ്മൾ എഴുതി -1 എന്ന് പറഞ്ഞ് എഴുതി. ഇനി നോക്കണം, -4 - 1 -4 - 1 അപ്പോൾ നമുക്ക് എഴുതാം -5 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അടുത്ത പൊസിഷൻ -1 - -2 ദേ -1 -2 ഈ മൈനസും പ്ലസ് ആകും. -1 + 2 = നമുക്ക് എന്ത് കിട്ടുന്നു? 1 കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതി? 1 എന്ന് പറഞ്ഞ് എഴുതി. 3 - 3 എന്താ ആൻസർ വരിക? 0 ആണ്. ശരിയാണല്ലോ, സെയിം എലമെൻ്റ് ആണ്. 4 - -2 അപ്പോൾ നോക്കിയേ, 4 - -2 4 + 2 എന്ന് പറഞ്ഞ് എഴുതാം. ദാറ്റ് മീൻസ് 6 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി 1 - -4 1
മൈനസ് മൈനസ് 4. 1 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 5. 1 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 5. -2 -4 നോക്കിയടാ, -2 -4 ആൻസർ എന്താ? -6 എന്ന് പറഞ്ഞിട്ട്. ഇനി ഒരെണ്ണോടെ ഉള്ളൂ, ആരാണത്? -3 -3 0. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത അതിൻ്റെ ഡയഗണൽ എലമെൻറ്റുകൾ എപ്പോഴും 0 ആയിരിക്കുള്ളൂ. പിന്നെ ആ കറസ്പോണ്ടിങ് പൊസിഷൻസ്, നമ്മൾ ഇൻ്റർചേഞ്ച് ആവുന്ന പൊസിഷൻസ് സൈൻ ചേഞ്ച് ആയിരിക്കുള്ളൂ. കണ്ടില്ലേ, ഇവിടെ -1 അവിടെ +1, ഇവിടെ -5 ഇവിടെ +5. കണ്ടോ, അങ്ങനെ സൈൻ ചേഞ്ച് ആയിട്ടാണ് എപ്പോഴും വരുന്നത് കേട്ടോ. അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ക്യൂ അല്ലേ വേണ്ടത്? ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം, ½ ഇൻറ്റു എന്താണ് കിട്ടുക എന്നുള്ള കാര്യം. ½ ഇൻറ്റു ഈ A മൈനസ് A ട്രാൻസ്പോസ് കിട്ടിയെങ്ങനെ നോക്കുന്നു. 0 -1 -5. ഓക്കെ, 1 0 6 5 -6 0. നമുക്ക് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ വീണ്ടും വന്നത് കണ്ടില്ലേ? ഇടയ്ക്ക് കയറി വരും കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 കൊണ്ട് എല്ലാം അങ്ങോട്ട് തട്ടിക്കളയാലോ. അപ്പോൾ ഹാഫായിട്ട് മാറ്റിയാൽ മതി. ഓഡ് നമ്പറിനെ /2 എന്നിട്ടേക്കാം, ഈവൺ നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ഹാഫാക്കി മാറ്റാം. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഓഡ് നമ്പറാന്ന് തോന്നുന്നു അല്ലേ? ശരി. അപ്പോൾ നമുക്ക് ടാസ്ക് കൂടുതലാണ്. 0 -1/2 -5/2. മെട്രിക്സ് ക്ലോസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ക്ലോസ് ചെയ്തു. ഇനി 1/2 0 3 ആണ്, -3 അല്ല 3 ആണ്. ഇനി ഇവിടെ എന്ത് വരും? 5/2 എന്ന് പറഞ്ഞു വരും, -3 എന്ന് വരും, 0 എന്ന് വരും. കണ്ടോ, ഇപ്പോൾ കിട്ടിയ മെട്രിക്സ് ക്യൂ. നമുക്ക് ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. പ്രത്യേകത എന്താ? ക്യൂവിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -q ആയിട്ട് കിട്ടണം. നിങ്ങൾ നോക്കിയേ, സ്ക്യൂ സിമെട്രിക്കിൻ്റെ പ്രത്യേകത ഡയഗണലുകളെല്ലാം 0 ആണ്. എലമെൻറ്റ് നോക്കുക, 0 0 0 ആണ്. ഇനി 1/2 -1/2 കണ്ടോ, ഇൻ്റർചേഞ്ച് ചെയ്യുന്ന പൊസിഷനാണ്, അത് സൈൻ ചേഞ്ച് വരും. 5/2 -5/2 സൈൻ ചേഞ്ച് വന്നു. ഉറപ്പിച്ചോ, ക്യൂ ട്രാൻസ്പോസ് ഇസിക്കൽ ടു -q. നിങ്ങളത് എഴുതിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെയാണ് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ ഒന്നും ഇത് കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ എഴുതിയാൽ മാത്രം മതി. നമ്മൾ എഴുതും ക്യൂ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. കഴിഞ്ഞല്ലോ. അപ്പം 2 ഘട്ടം കഴിഞ്ഞു ഈ ചോദ്യത്തിൻ്റെ. ഒന്നാമത്തെ ഘട്ടം എന്താ? പി എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ് ആണെന്ന് കണ്ടുപിടിക്കുന്നു. പി എന്നുള്ളതൊരു സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. നമുക്ക് ചോദ്യം സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആയിട്ട് A എന്ന് പറയുന്നതിനെ എഴുതണം. അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് കിട്ടി, അതിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? പി എന്ന് പേര് കൊടുത്തു. ഇനി രണ്ടാമത്തെ ഘട്ടം എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് വേണം. അവനെ ഫോം ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗമാണ് ½ ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഇക്വേഷൻ. അത് ഉപയോഗിച്ചുകൊണ്ട് ക്യൂ കണ്ടുപിടിച്ചു. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് കണ്ടുപിടിച്ചു. 2 ഘട്ടം കഴിഞ്ഞില്ലേ? ദ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു നോക്കണം. ഈ കിട്ടുന്ന മെട്രിക്സ് എന്തായിട്ട് മാറണം? ആ മെട്രിക്സ് എന്ന് പറയുന്നത് A ആയിരിക്കണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് പിയും ക്യൂവും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പി എടുത്ത് എഴുതിയിട്ടുണ്ട്, ക്യൂ എടുത്ത് എഴുതിയിട്ടുണ്ട്. മെട്രിക്സ് അഡീഷൻ വന്ന വരവ് കണ്ടോ? എവിടെയൊക്കെ കയറി വരുന്നുണ്ട്. കറസ്പോണ്ടിങ് പൊസിഷൻ ആഡ് ചെയ്യാം നമുക്ക് അല്ലേ. 2ഉം 0യും ആഡ് ചെയ്യുമ്പോൾ 2. ശ്രദ്ധിക്കണം, ഫ്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ. -3/2 -1/2 സൈഡിൽ ചെയ്യാം. -3/2 പ്ലസ് -1/2 നോക്കടാ, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ -3യും -1ഉം ആഡ് ചെയ്യുമ്പോൾ -4/2. ദ ആൻസർ ഈസ് -2 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈ എലമെൻ്റ് ആയിട്ട് മാറി, -2 ആയിട്ട് മാറി. അതുപോലെ -3/2 -5/2 ചെയ്യാൻ പോവുകയാണേ. -3/2 പ്ലസ് -5/2 ഡിനോമിനേറ്റർ സെയിം ആണ്, 2 ആണത്. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. -3യും -5യും ആഡ് ചെയ്യുമ്പോൾ -8/2 -4 എന്ന് പറയും. സോ മൂന്നാമത്തെ എലമെൻ്റ് ആര് കിട്ടി? -4 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അടുത്ത പൊസിഷൻ നോക്കാം, ശ്രദ്ധിക്കണം. മൈനസും പ്ലസും വരുന്ന പൊസിഷനാണ്. ആരാണത്? -3/2
പ്ലസ് 1/2. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ. ഇനി ന്യൂമറേറ്റർ നോക്കിയേ, -3 + 1. അപ്പോൾ -2/2 എന്ന് പറയും. ആൻസർ ഈസ് -1 എന്ന് പറയാം. ഇനി നോക്കൂ, 3യും 0യും ആഡ് ചെയ്യുമ്പോൾ 3 ആണ് ആൻസർ. 1ഉം 3യും ആഡ് ചെയ്യുമ്പോൾ 4 ആണ് ആൻസർ. ഒരു ടാസ്ക് കൂടി ഉണ്ട് അല്ലേ? ഏതാണത്? -3/2ഉം 5/2ഉം. അതുകൂടി കഴിഞ്ഞാൽ എളുപ്പമായി. അപ്പോൾ -3/2 + 5/2. ഡിനോമിനേറ്റർ കോമൺ. അപ്പോൾ -3 + 5. -3യുടെ +5 എത്ര വരിക? ന്യൂമറേറ്റർ 2 വരും. ഓക്കെ, 2/2 = 1 ആണ് വരിക. സോ ദ 1 എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഇനി 1ഉം -3യും ആഡ് ചെയ്യുമ്പോൾ -2, -3യും 0യും ആഡ് ചെയ്യുമ്പോൾ -3. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരെ P + Q = A എന്ന് പറഞ്ഞ് എഴുതരുത്. പിയും ക്യൂവും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് A ആണെന്ന് ലാസ്റ്റ് എഴുതി പ്രൂവ് ചെയ്യാം. ഹെൻസ് കഴിഞ്ഞു, ഫിനിഷിംഗ് ലൈൻ. A ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്. കണ്ടില്ലേ, ഈ A എന്ന് പറയുന്ന മെട്രിക്സിനെ ആദ്യം എഴുതിയിരിക്കുന്ന സിമെട്രിക് മെട്രിക്സിൻ്റെയും രണ്ടാമത് എഴുതിയിരിക്കുന്ന സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതൊരു നല്ലൊരു മോഡലാണ്. അതിൽ നമുക്ക് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ട്രാൻസ്പോസും എല്ലാം കയറി വരുന്നുണ്ട്. തുടങ്ങിയാലും നമുക്ക് ചോദ്യം കണ്ടില്ലായിരുന്നോ? എയും ബിയും അറിയാം. AB ഹോൾ ട്രാൻസ്പോസ് = B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ്. ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ? അപ്പോൾ വേറെ ഒന്നുമില്ല, വെരിഫൈ ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം? LHS കണ്ടുപിടിക്കുന്നു, RHS കാണുന്നു, നമ്മളത് രണ്ടും സെയിം ആണെന്ന് തെളിയിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ LHSനെ അങ്ങോട്ട് എടുത്തെഴുതുന്നു. എന്താണ് LHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? AB ഹോൾ ട്രാൻസ്പോസ് എന്നുള്ളതാണ്. അതിലാദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട മുതൽ AB എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ? തുടങ്ങാം. അപ്പോൾ നമ്മൾ A എന്ന് പറയുന്ന മെട്രിക്സ് ആദ്യം എഴുതുന്നു. -2, 4, 5 ആണ്. ഇനി B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, -6 ആണ്. കണ്ടല്ലോ, എയും ബിയും ഞാനിങ്ങനെ എഴുതി മെട്രിക്സിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ എയും ബിയും ഇങ്ങനെ എഴുതി, ശരിയല്ലേ? അപ്പോൾ എന്താണ്? മെട്രിക്സിന് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒറ്റയടിക്ക് തീരും കേട്ടോ, വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊന്നുമല്ല. കാരണം ഒറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. നോക്കിയേ, -2, 4, 5 ഇത് നമ്മളുടെ ഒന്നാമത്തെ A എന്ന് പറയണതും. രണ്ടാമത്തവനെ കോളം വൈസ് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അങ്ങനെയല്ലേ പഠിച്ചേക്കണത്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ആദ്യത്തെ മെട്രിക്സിനെ റോ വൈസും കോളം വൈസും ഒറ്റ എലമെൻ്റ് ഉള്ളൂ, നേരെ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കൂ, -2 × 1 -2. കണ്ടോ, കഴിഞ്ഞു, ഇത്രയുള്ള പരിപാടി. -2 × 3 -6. കഴിഞ്ഞു. -2 × -6 +12. കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ റോയിലേക്ക് പോകാം. 4 × 1 4, 4 × 3 12, 4 × -6 -24, 5 × 1 5, 5 × 3 15, 5 × -6 -30. ഇതാണ് നമ്മളുടെ AB എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ABയുടെ ഓൾ ട്രാൻസ്പോസ്. AB ഓൾ ട്രാൻസ്പോസ് എങ്ങനെ കാണണ്ടേ? റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യാം നമുക്ക്. -2 -6 12. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താ? ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളമാക്കി. രണ്ടാമത്തെ റോ 4 12 -24, 5 15 -30. ഇപ്പം നമ്മളുടെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ LHS ഓക്കെ ആയി. ഇനി ആരുണ്ട്? RHS ഉണ്ട്. RHS പ്രത്യേകത ശ്രദ്ധിച്ചോ, B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ് ആണ്. നമുക്ക് ആദ്യം എന്ത് കാണണം? B ട്രാൻസ്പോസ് കാണണം. B ട്രാൻസ്പോസ് റോ മെട്രിക്സ് കോളമായിട്ട് മാറും. B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3 -6. ഓക്കെ, A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെട്രിക്സ് ആക്കി മാറും അല്ലേ? കോളം മെട്രിക്സ് റോ ആയിട്ട് മാറും. നമുക്ക് എങ്ങനെ എഴുതാം? -2 4 5 എന്ന് പറഞ്ഞ് എഴുതാം. റൈറ്റ്. ഇനി നമ്മളുടെ RHS എഴുതാൻ പോവുകയാണ്. RHS = നമുക്ക് എഴുതാം B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ്. ശ്രദ്ധിക്കണം, ആദ്യം B ട്രാൻസ്പോസ് ആണ് എഴുതേണ്ടത്. B ട്രാൻസ്പോസ്. അപ്പം നമ്മൾ എഴുതുമ്പോൾ നോക്കൂ, B ട്രാൻസ്പോസ് 1 3
-6 ഫസ്റ്റ് മെട്രിക്സ് ആയിട്ടുണ്ട്. ഇനി എ ട്രാൻസ്പോസ്, അപ്പോൾ നമ്മൾ എന്ത് പറയും? -2 4 5 എന്ന് പറയും. നോക്കൂ, നേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോണം കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ആദ്യത്തെ മെട്രിക്സ് റോ ആയിട്ട് സെലക്ട് ചെയ്യുന്നു, രണ്ടാമത്തവൻ എന്ത് ചെയ്യുന്നു? കോളമായിട്ട് സെലക്ട് ചെയ്യുന്നു. ചെയ്യാം. റെഡി? യെസ്. 1 × -2 -2, 1 × 4 4, 1 × 5 5. യെസ്, കഴിഞ്ഞു. 3 × -2 -6, 3 × 4 12, 3 × 5 15, -6 × -2 +12, -6 × 4 -24, -6 × 5 -30. നിങ്ങൾ നോക്കിയടാ, നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ മെട്രിക്സും ഈ മെട്രിക്സും സെയിം ആണോ? സെയിം ആണോ എന്ന് വെച്ചാൽ എങ്ങനെയാ? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആണോ നോക്കിയാൽ മതി. ഉറപ്പാണ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം AB ഹോൾ ട്രാൻസ്പോസ് = B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ മെട്രിക്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങി, അതിൻ്റെ ഓർഡറിനെ പറ്റി പഠിച്ചു, ക്രിയേഷൻ ഓഫ് മെട്രിക്സിനെ പറ്റി നമ്മൾ ചെയ്തായിരുന്നു. മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം നമ്മൾ ചെയ്തു. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് ഡിസ്കസ് ചെയ്തു. അത് വെച്ചിട്ട് മെട്രിക്സ് കാണാനും എലമെൻറ്റ് കാണാനുള്ള പ്രോബ്ലംസ് ചെയ്തു. മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ദെൻ നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ പറ്റി ചെയ്തു. ആ ട്രാൻസ്പോസ് ഉപയോഗിച്ചുകൊണ്ട് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും മെട്രിക്സും കണ്ടു. അത് നമുക്ക് അതിനുശേഷം സം ഓഫ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കുമായിട്ട് ചെയ്യുന്നത് കണ്ടു. ഈ പറയുന്ന പോലെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തപോലെ തന്നെയുള്ള ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇതനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് റെഫർ ചെയ്ത് പഠിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ആവാൻ നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.